Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പ് കാലത്ത് സൗമാ റമ്പായിലെ 5-ാം ഞായർ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ വിവരിക്കപ്പെടുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് ഈശോ രക്ഷയും പാപമോചനവുമായി ഭവിക്കുന്ന രംഗമാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് 7-ാം അധ്യായം മുതൽ 10-ാം അധ്യായം 21-ാം വാക്യം വരെ വിവരിക്കപ്പെടുന്ന സംഭവങ്ങൾ നടക്കുന്നത് ജെറൂസലമിലെ കൂടാരത്തിരുന്നാളിന്റെ പശ്ചാത്തലത്തിലാണ്. യഹൂദരുടെ മുഖ്യ തിരുനാളുകളിൽ ഒന്നായിരുന്ന കൂടാരത്തിരുന്നാളില് 2 പ്രധാന സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അടുത്തുള്ള കുളത്തിൽ നിന്ന് പുരോഹിതന്മാർ പ്രദക്ഷിണമായി ജലം കൊണ്ടുവന്ന് ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കുന്ന കർമ്മം. ഈ കർമ്മത്തോടനുബന്ധിച്ചാണ് 7-ാം അധ്യായത്തിലെ 37 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ പക്കൽ വന്ന് കുടിക്കട്ടെ, അവന്റെ ഉള്ളിൽ നിന്ന് തിരുലിഖിതം പറയുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന്. ഈശോ ഉദ്ദേശിച്ചത് ഈശോയിൽ വിശ്വസിക്കുന്നവർ പ്രാപിക്കുവാനിടുന്ന പരിശുദ്ധ റൂഹായെക്കുറിച്ചാണ് എന്ന് യോഹന്നാൻ തന്നെ ആ സന്ദർഭത്തിൽ വ്യാഖ്യാനം നൽകുന്നുമുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള ഈ ജീവജലത്തിൽ നിന്ന് പാനം ചെയ്യുവാൻ സാധിക്കാതിരുന്ന ചില യഹൂദരെ കുറിച്ചാണ്, ആ യഹൂദ നേതാക്കന്മാരെ കുറിച്ചാണ് ഈ 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത്. ഈശോയിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട്, ആ റൂഹായെ ലഭിക്കാതിരുന്നത് കൊണ്ട് എപ്പോഴും ഈ യഹൂദ നേതൃത്വത്തിന്റെ, ഫരിസേയരുടെയും നിയമജ്ഞന്മാരുടെയും ലക്ഷ്യം ഈശോയെ ഏതെങ്കിലും തരത്തിൽ വാക്കിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു. തന്റെ പക്കൽ അണഞ്ഞ് അനുദപിക്കുന്നവർക്കെല്ലാം പാപമോചനം നൽകിയ ഈശോ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നായിരുന്നു അവർക്ക് കാണേണ്ടിയിരുന്നത്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ അവനെയും അവളെയും കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതായിരുന്നു നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലും ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിലും നമ്മൾ കാണുന്നത്. ഇപ്രകാരം മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിയപ്പെടേണ്ട ഒരുവളെയാണ് ഈശോയുടെ മുമ്പിൽ നിർത്തിയിട്ട് യഹൂദ നേതൃത്വം ചോദിക്കുന്നത്, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കല്ലെറിയണമെന്ന് ഈശോ പറയുകയാണ് എങ്കിൽ ഇതുവരെ പറഞ്ഞ നിന്റെ കാരുണ്യം എവിടെ പോയി എന്ന് ചോദിക്കണം. അത് മാത്രവുമല്ല, കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള അവകാശം, ആരെയും വധിക്കുവാനുള്ള അവകാശം യഹൂദർക്കില്ലായിരുന്നു താനും. കാരണം 1-ാം നൂറ്റാണ്ടിൽ ഈ യഹൂദര് റോമാക്കാരുടെ കീഴിലായിരുന്നു, അവർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈശോയെയും സാൻഹെദ്രിൻ സംഘം വിചാരണ ചെയ്തിട്ട് പീലാത്തോസിന്റെ പക്കൽ കൊണ്ടുപോയി വീണ്ടും വിചാരണ നടത്തിയാണല്ലോ വധശിക്ഷയ്ക്കുള്ള ആ ഒരു സാഹചര്യം ഒരുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കല്ലെറിയാൻ പറയുകയാണെങ്കിൽ ഇവൻ കരുണ പ്രസംഗിക്കുന്നതേയുള്ളൂ, പ്രാവർത്തികമാക്കുന്നില്ല എന്ന് പറയാം, അല്ലെങ്കിൽ റോമാക്കാർക്കെതിരാണെന്ന് പറഞ്ഞ് വാക്കിൽ കൊടുക്കാം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇനി അതല്ല, എറിയേണ്ട എന്ന് പറയുകയാണെങ്കിൽ നീതിപൂർവ്വം വർത്തിക്കുന്നില്ല, മോശയുടെ നിയമം അനുസരിക്കുന്നില്ല എന്ന് പറയാം. അങ്ങനെ ഏത് ഉത്തരം നൽകിയാലും ഈശോയെ വാക്കിൽ കൊടുക്കാമെന്നുള്ള ആ ഒരു ഗൂഢലക്ഷ്യത്തോടെയാണ്, കെണിവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈശോയെ സമീപിക്കുന്നതെന്നാണ് സഭാപിതാവായ ആഗസ്തീനോസ് പറയുന്നത്. ഇപ്രകാരം ഈശോയെ സമീപിക്കുന്ന ഇവരോട് മറുപടിയൊന്നും പറയാതെ നിലത്ത് നോക്കി, നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഈശോ എന്താണ് എഴുതിയത് എന്നതിനെക്കുറിച്ചുള്ള പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വിശ്വസനീയമായിട്ടുള്ളത് സഭാപിതാവായ വിശുദ്ധ ജെറോം പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത്, ഈ പാപിനിയെ ഈശോയുടെ പക്കൽ കൊണ്ടുവന്നവരുടെ പാപങ്ങളാണ് ഈശോ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് എന്നാണ്. എന്താണ് എഴുതിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഈശോയുടെ മുമ്പിൽ നിന്നിരുന്നവരുടെ അവസ്ഥ, ആന്തരികമായ അവസ്ഥ കൂടി തിരിച്ചറിഞ്ഞവനായിരുന്നല്ലോ ദൈവമായ ഈശോ. അപ്പോൾ ദൈവത്തിന്റെ മുൻപില് ഈ പാപിനി മാത്രമല്ല, ഈ കൊണ്ടുവന്നിരിക്കുന്നവരും ഒട്ടും പിന്നിലല്ല പാപത്തിന്റെ കാര്യത്തിൽ എന്നുള്ളത് അറിയാമായിരുന്നതുകൊണ്ട് അവരുടെ ആത്മശോധനയ്ക്ക് വേണ്ടി ഈശോ അവസരം കൊടുക്കുകയായിരുന്നു എന്നാണ് സഭാപിതാക്കന്മാർ പറയുക. ആഗസ്തീനോസ് വീണ്ടും പറയും, നിലത്ത് എഴുതുകയാണ് ചെയ്തത്, അവരുടെ പേര് സ്വർഗത്തിലല്ല പേര് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ, ഈശോയുടെ ശിഷ്യന്മാരുടെ പേരുകൾ, ഈശോയെ പ്രതി നന്മ ചെയ്യുന്നവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടും എന്നുള്ളത് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സഭാപിതാവായ ആഗസ്തീനോസ് അത് പറയുന്നത്. പാപികൾ നിശ്ചയമായും ശിക്ഷിക്കപ്പെടണം, പക്ഷെ അവർ ശിക്ഷിക്കപ്പെടുന്നത് പാപികളാൽ ആകരുത് എന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഈശോ വീണ്ടും ഇതേ അധ്യായത്തില് 8-ാം അധ്യായത്തിൽ തുടർന്ന് ചോദിക്കുന്നുണ്ടല്ലോ 46-ാം വാക്യത്തില്, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കുവാൻ സാധിക്കുമെന്ന്. അപ്പോൾ അവളെ വിധിക്കുവാൻ
അർഹതയുണ്ടായിരുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ഈശോ ആയിരുന്നു എന്ന് അവിടുന്ന് പറയുകയാണ്. പക്ഷെ ഈ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ ജെറമിയായുടെ പുസ്തകം 17 അധ്യായം 13 വാക്യവുമായി ബന്ധിപ്പിച്ച് ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകം 17 അധ്യായം 13 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഇസ്രായേലിന്റെ പ്രത്യാശയായ കർത്താവെ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങയിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതപ്പെട്ട പേര് പോലെ അപ്രത്യക്ഷരാകും. കാരണം ജീവജലത്തിന്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ജീവജലത്തിന്റെ ഉറവയായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ജീവജലത്തിന്റെ ഉറവയാണ് ഈശോ, മനുഷ്യനായി അവതരിച്ച ഈശോ, ദൈവപുത്രൻ എന്നുള്ളതാണല്ലോ തിരുനാളിന്റെ ആദ്യ ഭാഗത്ത് 7 അധ്യായത്തിൽ ഒരുക്കുന്നിടത്ത് ഈശോ വ്യക്തമാക്കിയത്. അപ്പോൾ അത് വിശ്വസിക്കാതിരുന്നവരാണ് ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടി, വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി, കെണിവയ്ക്കുവാൻ വേണ്ടി ഈശോയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പേരുകൾ പൂഴിയിൽ എഴുതപ്പെടും. പൂഴിയിൽ എഴുതപ്പെടുന്നവ എത്രയും വളരെ വേഗത്തിൽ അപ്രത്യക്ഷമായി തീരുകയും ചെയ്യുമെന്നാണല്ലോ ജെറമിയ പ്രവാചകനിലൂടെ 17 അധ്യായം 13 വാക്യത്തിൽ ദൈവം തന്നെ അരുളി ചെയ്യുന്നത്. അപ്പോൾ അതാണ് പൂഴിയിൽ എഴുതുന്നതിന്റെ അർത്ഥമെന്ന് വ്യാഖ്യാനിക്കുന്ന പിതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. സഭാപിതാവായ ബീഡ് പറയുന്നത് ഈശോ വീണ്ടും നിലത്തെഴുതിക്കൊണ്ടിരുന്നത്, ഈശോ പറഞ്ഞല്ലോ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെന്നാണല്ലോ പറയുന്നത്. ആദ്യം എഴുതുന്നത് പാപമില്ലാത്തവനായിരിക്കണം. അപ്പോൾ ഈശോയെ വാക്കിൽ കൊടുക്കാൻ വന്നു, ഈശോയെ കെണിവയ്ക്കാൻ വന്നു. ആ വന്നവർക്ക് തന്നെ അതൊരു കെണിയായി ഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ പറയും, ഈശോ ഇതെല്ലാം അറിയുന്നുണ്ട് ദൈവമായതുകൊണ്ട്. ഈ പാപിനേക്കാൾ പാപികളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നവർ എന്നറിയാമായിരുന്നത് കൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ഈശോ വീണ്ടും നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സഭാപിതാവായ വീട് പറയും, അവർക്ക് വിട്ടുപോകേണ്ടവർക്ക് വിട്ടുപോകുവാനുള്ള അവസരം നൽകുകയായിരുന്നു. ആരാണ് പോകുന്നതെന്ന് താൻ കാണുന്നില്ല. അത് കാണാതെ തന്നെ കർത്താവ് അവർക്കൊരു അവസരം കൊടുക്കുകയാണ്, ലജ്ജിക്കാതെ വിട്ടുപോകുവാനുള്ള അവസരം കൊടുക്കുകയാണ് എന്ന്. പയ്യെ പയ്യെ കല്ലുകൾ താഴെ വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. മുതിർന്നവർ മുതൽ അവസാനത്തെ വ്യക്തി വരെ ആ സ്ഥലത്ത് നിന്ന് സ്ഥലം കാലിയാക്കുകയാണ്, അപ്രത്യക്ഷരാവുകയാണ്. അപ്പോൾ ഈശോയെ ആ സ്ത്രീ മാത്രം അവശേഷിക്കുമ്പോൾ ഈശോ ചോദിക്കുകയാണ്, അവരൊക്കെ എവിടെ? അവരൊന്നും ആരും നിന്നെ വിധിച്ചില്ലേ എന്ന്. അപ്പോൾ ഇല്ല എന്ന് മറുപടി പറയുമ്പോൾ ഈശോ പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈശോ കൂട്ടിച്ചേർത്തു, മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ കരുണ തന്നെയായ ഈശോയെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ അവരുടെ ജീവിതം ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. പുതിയ ആ കാരുണ്യം കണ്ടുമുട്ടിക്കഴിയുമ്പോൾ, കാരുണ്യം അനുഭവിച്ചു കഴിയുമ്പോൾ ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭമായി. പാപം ചെയ്യാത്ത ജീവിതത്തിൽ എന്തെങ്കിലും ഇനി അവൾക്ക് പാപത്തിന്റെ വഴിയെ പോകാൻ സാധിക്കുമോ? ഇത്രയും വലിയ കാരുണ്യം അവൾ കർത്താവിൽ നിന്ന് അനുഭവിച്ചു കഴിയുമ്പോൾ നിശ്ചയമായും സാധിക്കുകയില്ല. പാപത്തിന്റെ എത്ര ഹീനമായ പാപാവസ്ഥയിലാണ് എങ്കിലും കർത്താവിനെ സമീപിച്ചു കഴിയുമ്പോൾ വ്യവസ്ഥയൊന്നുമില്ലാതെ സ്വീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ നോമ്പ് കാലത്ത്. വീണ്ടും രക്ഷയുണ്ട്, രക്ഷയ്ക്ക് സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മൾ നിരാശരാകേണ്ടതില്ല. പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ തയ്യാറായാൽ മാത്രം മതി. രക്ഷയും കാരുണ്യവും അവിടുത്തെ പക്കലുണ്ട്. പാപമോചനം അവിടുന്ന് നൽകും. അവിടുന്ന് കരുണാവാരിധിയാണ് എന്നുള്ള ആ സത്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ രംഗം. വീണ്ടും യഹൂദ തിരുനാളില്, കൂടാര തിരുനാളില് 2 പ്രധാന കർമ്മങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഈ പുരോഹിതന്മാർ ജലം കൊണ്ടുവന്ന് ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കുന്നതായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവിടെ ഉയർത്തപ്പെട്ടിരുന്ന മഹാപ്രകാശ ഗോപുരങ്ങളായിരുന്നു. ജെറൂസലം ദേവാലയത്തെ മാത്രമല്ല, പട്ടണത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ദീപസ്തംഭങ്ങൾ ഉയർത്തിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് 8 അധ്യായം 12 വാക്യത്തിൽ ഈശോ പറയുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഉയർത്തപ്പെട്ട ദൈവങ്ങൾ ജെറൂസലമിനെ പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ലോകം മുഴുവനെയും പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന, നമ്മെ സന്ദർശിക്കുവാൻ വന്നിരിക്കുന്ന ഉദയസൂര്യനാണ് താനെന്നുള്ള, നീതിസൂര്യനാണ് താനെന്നുള്ള സത്യം ഈശോ പ്രഘോഷിക്കുകയാണ്. ഞാനാണ് ലോകത്തിന്റെ പ്രകാശം എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യ വായന യോഹന്നാന്റെ തന്നെ ലേഖനം, 1 അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അവിടെ യോഹന്നാൻ ശ്ലീഹ വീണ്ടും പറയുന്നത്, കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാണ്, സത്യം നമ്മളില്ല എന്ന്, നമ്മൾ സത്യം പ്രവർത്തിക്കുന്നവരാകുന്നില്ല എന്ന്. പ്രകാശത്തിൽ സഞ്ചരിച്ചാൽ നമ്മൾക്ക് കൂട്ടായ്മയുണ്ടാകും. അവന്റെ രക്തം നമ്മെ പാപങ്ങളിൽ നിന്നെല്ലാം നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ അത് ആത്മവഞ്ചനയാകും, നമ്മിൽ സത്യമില്ല. പാപം ഏറ്റു പറയുന്നെങ്കിലോ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ ഈ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, നമുക്ക് എല്ലാവർക്കും പാപമുണ്ട്.
ഇത് ഏറ്റുപറയുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവിടുന്ന് കരുണാനിധിയും നീതിമാനുമായതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കും. അതിനുവേണ്ടിയാണല്ലോ തിരുസഭയിൽ അനുരഞ്ജന കുദാശ അവിടുന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കുദാശയിൽ എന്നും ആ കരുണയുടെ കൂട്ടിൽ അവിടുന്ന് കാത്തിരിക്കുകയാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടി. എത്ര വലിയ പാപങ്ങളാണ് എങ്കിലും എല്ലാറ്റിനും കർത്താവിനും മുൻപിലെ പക്കൽ മോചനമുണ്ട്, അവിടുത്തെ കാരുണ്യത്തിൽ നമുക്ക് സ്ഥാനമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ വായനകളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട സന്ദേശവുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ തന്നെയാണല്ലോ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളിൽ കായേൻ സഹോദരനായ ആബേലിനെ വധിക്കുന്ന കായേനും പശ്ചാത്തപിക്കുവാൻ തയ്യാറാകുമ്പോൾ അവന്റെ ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിന്റെ സഹോദരൻ എവിടെയെന്ന് ആബേലിനെ കുറിച്ച് കായേനോട് ദൈവം ചോദിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മോടും ഇതൊക്കെ ചോദിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ആനുകാലിക സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്നുള്ള ആ കുട്ടി അതിദാരുണമായ രീതിയിൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടെ കണ്ടു നിന്നിരുന്ന ആ സഹപാഠികളോടും നിശ്ചയമായും ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളുടെ സഹോദരൻ എവിടെയെന്ന്. ആരും ആ ക്രൂരമായ സംഭവത്തെക്കുറിച്ച് ആരോടും പറയുവാൻ തയ്യാറായില്ല എന്നുള്ളത് കാണുമ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സാക്ഷി എത്രമാത്രം മരവിച്ചിരിക്കുന്നു എന്നുള്ളത്, തിന്മയാൽ അധീനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ആ ഒരു സത്യമാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. നാം ഓരോരുത്തരോടും ആ കൂട്ടായ്മയിൽ ആ കോളേജിലുണ്ടായിരുന്നവരുടെ മാത്രമല്ല, ഈ സംഭവം ഈ മാതിരി സ്വഭാവം പുലർത്തുന്ന നമ്മോടെല്ലാം അവിടുന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ ആബേൽ എവിടെയെന്ന്. അവന്റെ രക്തം നീതിക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് എന്റെ പക്കലേക്ക് നിലവിളിച്ച് കരയുന്നു എന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ അതിദാരുണമായ കൊലകളെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും ദൈവം നമ്മോടും ഇതേ ചോദ്യം തന്നെ ചോദിക്കുമെന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. കായൻ അനുതപിച്ചപ്പോൾ അവന്റെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടി. ഇതുപോലെ തന്നെ ദാവീദിന്റെ സംഭവമാണല്ലോ. തന്നെ ആക്രമിക്കുവാൻ വന്നിരുന്ന തക്കം പാർത്തിരുന്ന സാവൂളിനെ മേലങ്കിയുടെ ഒരറ്റം മുറിച്ചെടുത്തതിനെ പറ്റി ദാവീദ് വ്യസനിക്കുന്നതും അത് തന്റെ പാപമോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും പാപമോചനം ലഭിക്കുന്നതുമായ രംഗമാണല്ലോ 2ാമത്തെ വായനയിൽ പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. വായനകളെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത് അനുതപിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന ഒരു ദൈവത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈ ജീവന നവീകരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ, വലിയ നോമ്പിന്റെ ഈ കാലത്തിൽ ഈ വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അനുതപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അണയുവാനും അനുരഞ്ജന കുദാശയിലൂടെ പാപമോചനം പ്രാപിച്ച് വിശുദ്ധീകൃതരാകുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.